സഹോദരിമാരുടെ ഈ ശുശ്രൂഷയിൽ ഇരിക്കണമെന്ന കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷ മറ്റുള്ള ദൈവസ്മരണക്കാർക്കും സ്തോത്രം കർത്താവേ. ഈ കുടുംബങ്ങളിൽ നടന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ, ചാച്ചകർ, സ്നേഹിതന്മാർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആത്മീയ നിലയിൽ ദയവായി പ്രശ്നിക്കുക. ഞാൻ പറയുന്ന കർത്തൃദാസന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി സ്റ്റേജിലേക്ക് വന്ന് ഇരിക്കുവാനായിട്ട് ഓർമ്മിക്കുന്നു. പാസ്റ്റർ KP യാദവ് സ്റ്റേജിലേക്ക് വരുവാനായിട്ട് ഓർമ്മിക്കുന്നു. പാസ്റ്റർ P.C. കുര്യൻ, പാസ്റ്റർ KJ ജോൺ, പാസ്റ്റർ CI കൊച്ചുണ്ണി, പാസ്റ്റർ J. സക്കറിയ, പാസ്റ്റർ VC തങ്കച്ചൻ, ദയവായി നിങ്ങൾ സ്റ്റേജിലേക്ക് വന്നിരിക്കാനായിട്ട് കർത്താവിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഓഡിയൻസിന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കൊയർ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ബ്രൈഡൽ മാർച്ചിന്റെ സമയമാണ്. ആദ്യമായി വധുവിന്റെ വരന്റെ ഭാഗത്തു നിന്ന് ഉള്ള ആളുകൾ മുൻപിൽ മാർച്ച് ചെയ്ത് മുന്നോട്ട് വരാവുന്നതാണ്. അതിനുശേഷം അല്ലെങ്കിൽ ഒരുമിച്ചോ അവർക്ക് ഓഡിറ്റോറിയത്തിൽ പ്രവേശിക്കാവുന്നതാണെന്ന കാര്യം ഓർപ്പിക്കുന്നു. അവരെ മുന്നോട്ട് വന്ന് ഏറ്റവും ഫ്രണ്ടിൽ ഇവിടെ ഇരിപ്പിടത്തിന്റെ സമീപത്ത് നിൽക്കേണ്ടതാണ് എന്ന കാര്യം അറിയിക്കുന്നു. ഇപ്പോൾ കൊയർ മ്യൂസിക് പ്ലേ ചെയ്യുന്നതാണ്. കൂടെ വന്ന ആളുകളെ ഫ്രണ്ട് റോയിൽ ഇരിക്കുക. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോരനം തന്നെ വീണ്ടെടുത്തവനേ പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. വർദ്ധിപ്പാൻ അസാധ്യമേത്
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ ശ്രമിക്കുന്നതിലൂടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ശുശ്രൂഷിച്ച ചില നിമിഷങ്ങൾ നമുക്ക് ദൈവത്തിൽ നിൽക്കാം. ഇപ്പോൾ കർത്താവിന്റെ എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാമസ്വൃതനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യങ്ങളിലെ അതിരകളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാൾ അരക്കി കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയുടെ യഥാർത്ഥനായി വാഹനമേറെ എഴുതുക. നിന്റെ വലങ്കി ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്ത് നിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദയുടെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവണവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. എന്റെ മന്ദിരങ്ങളിൽ നിന്ന് കവിതാറ് നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതു ഭാഗത്ത് രാജ്ഞിയോ കീർത്തനം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാം, നോക്കുക, ചെവിചായിക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ച പ്രിയവാത്സല്യ മക്കളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്തദാസ പ്രിയ മോഹൻ ഭാസ്കർ കുടുംബത്തിനായി സ്തോത്രം. ദാരുമായി കൊടുത്ത പ്രിയ മകൻ സാമിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പൈതലിൻ്റെ ജനനം മുതൽ വീണ്ടെടുത്ത നാൾ മുതൽ ഇന്നയോടൊപ്പം എന്നെ പരിപാലിച്ചു. ഭാവിക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് കരുതിയതിനായി സ്തോത്രം. ഒരുക്കിയിരിക്കുന്ന തക്കതായ തുണയെ ദൈവം ഒരുക്കി സഹായിച്ചവർക്ക് സ്തോത്രം. പ്രിയമകളെ അനുഗ്രഹിക്കണമേ. ഈ കുടുംബത്തിലെ മാതാപിതാക്കൾ, ബന്ധുപുത്രാദികൾ, സഹോദരങ്ങൾ, ചാർച്ചക്കാർ, ദൈവദാസന്മാർ, എല്ലാ ദൈവജനത്തെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നടക്കുന്ന ഈ വിവാഹ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വരണമേ. നേടിയിരുന്ന കർത്തദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആസ്വദിക്കുന്ന കർത്തദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം
ശ്രേഷ്ഠമായ നാമം ഈ അനുഗ്രഹീതമായ പകലിൽ വാഴ്ത്തപ്പെടുവാനാകട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന അനുഗ്രഹീതരും അഭിഷിക്തരുമായ ആദരണീയരായ കർത്തൃദാസന്മാർ, വിശേഷാൽ വിവിധ സെന്ററുകൾക്ക് നേതൃത്വം നൽകുന്ന കർത്തൃദാസന്മാർ, കുടുംബങ്ങളെ പരിചയപ്പെടുത്തുവാനും വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആശംസിക്കുവാനും മകനാണ് സാർ ശംഭുവേൽ. ശംഭുവേൽ പ്രിയാകരന്റെ വിവാഹത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവരിൽ പകർന്ന ആശീർവദിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ ദേശിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിശ്ചിതമായി വടക്കേ ദേശമെന്ന് സൂക്ഷ്മമായിരിക്കുന്ന പാസ്റ്റർ ജോസ് റോയിസ് എൻ്റെ ശംഭുവിൻ്റെ അമ്മയുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് ജോസ് റോയിസ് പാസ്റ്റർ. ഇന്ന് പകൽ ഇരു ഭാഗത്തു നിന്നും ക്ഷണിക്കപ്പെട്ടവരായി വന്നിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിനും ഉപരി ഇന്നത്തെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ പകർന്നു. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് ദൈവസ്ഥ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ചിലരെ മോഹന്റെ ഇളയ സഹോദരൻ എല്ലാവരും ജോൺ മോഹൻ എല്ലാവരെയും ഓർത്ത് സ്വാഗതം ചെയ്യുന്നത് വലിയൊരു കുടുംബമായി തീരുന്നത് ദൈവനാമഹത്വമായി തീരുവാൻ ഈ സ്ഥലത്ത് ദൈവനാമഹത്വത്തിന് രാജ്യത്തിന് അനുഗ്രഹീതമേറിയ ഒരു കുടുംബമായി മാറുക ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി പ്രത്യേകം സ്വാഗതം പറയുന്നു. ഞങ്ങൾ 1991 മുതൽ GFAയിലും പിന്നീട് ഇന്ത്യ ബൈബിൾ കോളേജിലുമൊക്കെ ഒരുമിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ കർത്താവ് നൽകി. കർത്താവദാസനെയും വന്ദനം പറഞ്ഞെങ്കിലും സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ വന്ദനം പറയുകയും ചെയ്യേണ്ടതിൻ്റെയും കർത്തവ്യമാകുകയാൽ ഞാൻ പെട്ടെന്ന് വാക്കുകളിലേക്ക് പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ ഈ വേദിയിലായിരിക്കുന്നത് നമ്മുടെ നിയുക്ത മണവാളൻ ശംഭുവേൽ KP മോഹൻ ആണ്. അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് പ്രതീക്ഷയോടെ വിവാഹയുദ്ധത്തിൽ പ്രവേശിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന സ്ഥിതി അവരെ രണ്ടുപേരെയും പ്രത്യേകമായി വന്ദനം പറയുന്നു, സ്വാഗതം പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജോസ് വർഗീസ് പാസ്റ്റർ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിൽ സീനിയോറിറ്റിയുള്ള ബിജോയ് കുര്യാക്കോസ് എന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തെ ദൈവം പഠിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അദ്ദേഹം പെരിന്തൽമണ്ണ സെന്ററിന്റെ ശുശ്രൂഷ വഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുന്ന ദാസനെ പ്രത്യേകമായി വന്ദനം പറയുകയാണ്. ദൈവ സുപ്രധാന സെന്ററിന്റെ ചുമതല വഹിക്കുകയും IPC എബ്രോഡ് സഭയുടെ അംഗവുമായിരിക്കുന്ന കർത്താവദാസൻ CC ബാബു അവരുടെ ദൈവസന്നിധിയിൽ സ്വാഗതവും വന്ദനവും പറയുന്നു. അതുപോലെ തന്നെ IPC കുന്നംകുളം സെന്ററിന്റെ വൈസ് പ്രസിഡന്റായി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുകയും ഇന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്ന ആദരണീയനായ കർത്താവദാസൻ സ്പീക്കർ ജോൺസൺ അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കാസർഗോഡ് ജില്ലയിൽ സുദീർഘമായ വർഷങ്ങൾ കർത്താവിന്റെ മഹത്വമുള്ള വേദിയിലായിരിക്കുന്ന എന്റെയും പ്രിയ മോഹൻ പാസ്റ്ററിന്റെയും ഒക്കെ ലോക്കൽ പാസ്റ്ററായി ശുശ്രൂഷിച്ച കർത്തൃദാസനാണ് പാസ്റ്റർ ഫിലിപ്പൂട്ടി അവർ. അദ്ദേഹം പൈനൽ മിഷണറി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന വേദിയിലാണ്. ഈ മീറ്റിംഗിൽ നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷയുണ്ട്. കർത്താവദാസനെ വന്ദനം പറയുന്നു. അതോടൊപ്പം തന്നെ ദൈവ സ്വാതന്ത്ര്യ സെന്ററിൽ മുൻകാലത്ത് പ്രവർത്തിച്ച കർത്താവദാസൻ KP എൽദോ, അതുപോലെ കുടുംബാംഗങ്ങളായ കർത്തൃദാസന്മാർ, ഈ സെന്ററിൽ വിവിധ നിലയിൽ ശുശ്രൂഷിക്കുന്ന സീനിയേഴ്സായ കർത്തൃദാസന്മാരുടെ മുൻപിൽ സദസ്യരുടെ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവദാസൻ മോഹൻ പാസ്റ്ററും കുടുംബവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവസഭയുടെ ശുശ്രൂഷകൻ ആയിരിക്കുന്നു. ഒരു ശുശ്രൂഷകന്റെ മകൻ എന്ന നിലയിലാണ് പ്രിയ ശംഭുവേലായിരിക്കുന്നത്. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. തച്ചപ്പാടിൽ നിന്ന് കടന്നു വന്ന ആ സഭ, അവിടെയുള്ള കുടുംബങ്ങൾ, ആ സഭാവിശ്വാസികൾ എല്ലാവരെയും പ്രത്യേകമായി ഈ മീറ്റിംഗിൽ ശുശ്രൂഷയിലേക്ക് വന്ദനം പറയുന്നു. പ്രിയ മോഹൻ പാസ്റ്റർ ക്ഷണിച്ച് വരുത്തിയ ആ സഭാവിശ്വാസ
എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന എല്ലാ ഉയരങ്ങളിലെ കൃപയും അനുഗ്രഹത്തിലും നൽകുവാൻ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ നൽകുവാൻ, അവരുടെ കുടുംബജീവിതം അനേകർക്ക് മാതൃകയാകുവാൻ, ദൈവത്തിന്റെ നാമത്തിൽ മഹത്വമാകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ കുടുംബത്തിലേക്ക് കർത്താവിനെ കുറിക്കട്ടെ. ഇതൊന്നും താമസിയാതെ ഇവിടെ അതിലേക്ക് എത്തിച്ചേരും എന്ന് അറിഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇതിവിടെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന കൊയറിനെ പ്രത്യേകമായി വന്ദനം പറയുന്നത് ഫേവറേറ്റ് മെലഡി എന്ന കൊയറാണ് ഇവിടെ ഗാനശുശ്രൂഷ നിർവഹിക്കുന്നവരെ പ്രത്യേകമായി വന്ദനം പറയുന്നു. വിവാഹം ദൈവത്താൽ സ്ഥാപിതമായ ഒരു മഹനീയ ശുശ്രൂഷയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പങ്കെടുത്ത് അനുഗ്രഹിച്ചതും പരിശുദ്ധാത്മാവ് എന്ന പുസ്തകത്തിന്റെ സ്ഥാപനങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്ന് ഉറപ്പിച്ചതുമായ മാന്യമായ ശുശ്രൂഷയാകയാൽ ഈ മാന്യമായ ശുശ്രൂഷയിലേക്ക് സംബന്ധിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവങ്ങളും കരമൊഴിയ തുണയെ കണ്ടെത്തി ഇന്ന് അവർ വിശുദ്ധ വിവാഹത്തിൽ പരസ്പരം ഉഭയസമ്മതം ചെയ്ത് ഉടമ്പടി ചെയ്ത് യോജിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധവും മനോഹരം നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥിക്കണം. ഈ ഗാനം അവർക്ക് അനുഗ്രഹമാകും. കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകും. നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തോടെ ഈ ഗാനം അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രസംഗിക്കുകയാണ്. ഇതൊരു മെസ്സേജായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ ശ്രദ്ധ വേറെ പോകരുത്. ഈ പാട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. നമുക്കെല്ലാം അറിയാം, ശാന്തകളിൽ ഞങ്ങളോടൊപ്പം 10-21 ും
ഇവിടെയുണ്ട്. പാസ്റ്റർ എന്തോ, അങ്ങനെ ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പലരുണ്ട്. അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. IPC പൊന്നാനി സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ CC ബാബു, കാസർഗോഡ് ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ഫിലിപ്പൂട്ടി, എനിക്കോട് വളരെ ഐശ്വര്യമായി വളരെ അടുത്ത് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. എൻ്റെ സ്നേഹിതനായ ഈ സെൻറ്ററിൻ്റെ അനേക വർഷങ്ങളായി ഈ കുന്നംകുളം ദേശത്ത് ആദിയിൽ ഏതെങ്കിലും പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ദൈവം ആദമിന്റെ വയലികളിൽ ഒന്നെടുത്ത് അതിനെ സ്ത്രീയാക്കി ആദമിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ആദം അവളെ മാർഗോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്, ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞ ഹൗവ എന്ന അവർക്ക് പേരിട്ട് അങ്ങനെ ഭൂമിയിലെ ആദ്യ കുടുംബം സംജാതമായി. ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗം ഒട്ടേറെ പ്രാവശ്യം ബൈബിളിലുണ്ട്. എവിടെ വെച്ച് വിവാഹം നടക്കുന്നുവെന്നോ ഒന്നും ഇരു സഭകളും കുടുംബങ്ങളും കർത്തദാസന്മാരും വേണ്ടപ്പെട്ടവരും ചേർന്ന് നിശ്ചയിക്കുകയും അക്കാര്യം യഥാസമയം ഇരു സഭകളിലും പ്രസിദ്ധം ചെയ്തിട്ടുള്ളതുമാണ്. നാളിതുവരെ അത് സംബന്ധിച്ച് ആക്ഷേപമൊന്നും ഉണ്ടായിട്ടില്ല എന്നതിന് ഞാനിവിടെ വിവാഹം പിതാവാദികത്താൽ സ്ഥാപിതമായതും പുത്രനായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട് അനുകൃതമായതും പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കുന്നതുമായ ഒരു മഹൽ സ്ഥാപനമാണ്. ആയതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വിവേകത്തോടും സുബോധത്തോടും കൂടെ കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കേണ്ടതാകുന്നു. വിശുദ്ധ വിവാഹത്താൽ നിങ്ങൾ ഇരുവരും ഒന്നായി തീരുന്നതിന് ന്യായമായ ഏതെങ്കിലും തടസ്സമുള്ളതായി നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ സകല ഹൃദയങ്ങളെയും ഹൃദയ രഹസ്യങ്ങളെയും അറിയുന്ന ദൈവത്തിന് മുമ്പിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നതെന്നും ന്യായവിധി ദിവസത്തിൽ നിങ്ങൾ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നും അറിഞ്ഞുകൊണ്ട് ആയത് ഇപ്പോൾ ഇവിടെ വെച്ച് പരസ്യമായി വെളിപ്പമായ ഏതെങ്കിലും തടസ്സമുണ്ടോ? ഈ വിവാഹബന്ധത്തിൽ പ്രവേശിക്കുന്നതിന് സ്ഥിതിക്ക് ന്യായമായ ഏതെങ്കിലും തടസ്സമുണ്ടോ? കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രിയ സാബുവിനോട് ചോദിക്കുന്നു, ഇതിൽ ഏറ്റവും സമീപം നിൽക്കുന്ന സ്ഥിതി എന്ന ഈ യുവതിയെ നിന്റെ പ്രിയ ഭാര്യയായി സ്വീകരിപ്പാൻ കൊണ്ട് നീ തീരുമാനം ചെയ്യുമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രിയ സ്ഥിതിയോട് ചോദിക്കുന്നു, നിന്റെ ഏറ്റവും സമീപം നിൽക്കുന്ന സാമുവേൽ എന്ന ഈ യുവാവിനെ നിന്റെ പ്രിയ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണോ? സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് അനുവദിക്കുന്ന സുഖദുഃഖ സമ്മിശ്രമായ എല്ലാ ജീവിതാനുഭവങ്ങളിലും അവനെ മാത്രം സ്നേഹിച്ച് അവനോട് മാത്രം ചേർന്നിരുന്ന അവനെ അനുസരിച്ച് അവന് കീഴ്പ്പെട്ട് ഒരു ഉത്തമ ഭാര്യ എന്ന നിലയിലുള്ള ഇതിൻ്റെ എല്ലാ കടപ്പാടുകളും നിർവഹിച്ച് ജീവിച്ചുകൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നീ ഇപ്പോൾ തീരുമാനം ചെയ്യുമോ?
ഇവരിരുവരും ഇവിടെ ദൈവസന്നിധിയിൽ സഭാമുമ്പാകെ ഹാജരായി. അവർ തമ്മിൽ വിവാഹിതരായി തീരുവാനവരുടെ ആഗ്രഹം ഈ സഭയിൽ പരസ്യമായി അറിയിച്ചിരിക്കുക. അവർ തങ്ങളുടെ പലതരങ്ങളെ കൊടുത്ത് ഉടമ്പടി ചെയ്ത് ഭാര്യാഭർത്താക്കന്മാരായി തീരുവാൻ പോകുന്ന ഈ സമയം ഈ മകൻ ശുശ്രൂഷകളുടെ ആദര സൂചകമായി നമുക്കെല്ലാവർക്കും നമ്മുടെ സീറ്റിനരികിൽ എഴുന്നേറ്റ് നിൽക്കാം. ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ യോജിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളിരുവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആദ്യം സിജിയാകുന്നതിനെ ഇപ്പോൾ മുതൽ എന്റെ പ്രിയ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. ഇപ്പോൾ മുതൽ മരണം നമ്മെ തമ്മിൽ വേർപിരിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും ജീവിതത്തിൽ നാം അനുഭവിപ്പാൻ ദൈവം അനുവദിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിന്നെ പോറ്റി പുലർത്തി നിന്നോട് വിശ്വസ്തത പാലിച്ച് ഒരു ഉത്തമ ഭർത്താവിന്റെ എല്ലാ കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് സകലത്തെയും സൃഷ്ടിച്ച ത്രിയേകനാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. എന്റെ ഈ തീരുമാനത്തിന് കർത്താവും സഭയും സാക്ഷികളാകുന്നു. സിദ്ധിയാകുന്ന ഞാൻ സാമുവേലാകുന്ന അങ്ങയെ ഇപ്പോൾ മുതൽ എന്റെ പ്രിയ ഭർത്താവായി സ്വീകരിച്ചു. ഇപ്പോൾ മുതൽ മരണം നമ്മെ തമ്മിൽ വേർപിരിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും ജീവിതത്തിൽ നാം അനുഭവിപ്പാൻ ദൈവം അനുവദിക്കുന്ന സുഖ ദുഃഖ സമ്മിശ്രമായ എല്ലാ ജീവിതാനുഭവങ്ങളിലും ഞാൻ അങ്ങയെ മാത്രം സ്നേഹിച്ച് അങ്ങയോട് മാത്രം ചേർന്നിരുന്ന് അങ്ങയെ ശുശ്രൂഷിച്ച് അങ്ങയെ അനുസരിച്ച് അങ്ങയെ കീഴ്പ്പെട്ട് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് സകലത്തെ സൃഷ്ടിച്ച ത്രിയേകനാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. എന്റെ ഈ തീരുമാനത്തിന് കർത്താവും സഭയും സാക്ഷികളാകുന്നു. ദൈവസന്നിധി വെച്ച് ഉടമ്പടി ചെയ്ത് മലങ്കരകളെ കൊടുത്ത്
ഭാര്യാഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്ന ഈ നവദമ്പതികളുടെ മേൽ കുടുംബജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സകല നന്മകളും ദൈവം നൽകേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയപുത്രന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രിയ മക്കളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്കിടയാക്കിയതിനായി സ്തോത്രം. സ്വർഗം നമ്മുടെ സിംഹാസനവും ഭൂമി ഞങ്ങളുടെ പാദവുമാകിയാൽ അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. മനുഷ്യരേഖനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അതിന് തക്കതായ തുണി ഉണ്ടാക്കിക്കൊണ്ടോ നല്ല ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രിയ സാമുവേലിന് തക്ക തുണയായി സ്ഥിതിയെ നൽകുവാൻ തിരിഹിതമായി ഓർത്ത് ഞങ്ങളെ വാഴ്ത്തുന്നു. ഇവരുടെ ജനനം മുതൽ അല്ല അമ്മയുടെ ഉദരം മുതൽ ഇതുവരെ അവരെ കാത്തല്ലോ. ഇവരുടെ ശൈശവപ്രായത്തിൽ, ബാല്യപ്രായത്തിൽ, കൗമാരപ്രായത്തിൽ, ഈ യോഗത്തിൽ ഇന്ന് വരെ ദൈവർക്ക് നല്ലവനായി കൂടെയിരുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇവരായിരുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. അവിടുന്ന് നല്ല വിദ്യാഭ്യാസം നൽകി, നല്ല ജോലി നൽകി. ഇതുവരെയും അവരായിരുന്ന ഇടങ്ങളിൽ ഉത്തമ ക്രിസ്തീയ ജീവൻ നയിപ്പാൻ ദൈവമിടയാക്കിയതോർത്ത് ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും സഭയോട് ചേർന്ന് വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാനും ദൈവങ്ങളുടെ മഹാഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് അവിടുത്തെ സന്നിധി വെച്ച് ഇവരോടൊപ്പം ചെയ്ത് ബലകരങ്ങളെ കൊടുത്ത് ഭാര്യാഭർത്താക്കന്മാരായി തീർന്നിരിക്കാൻ ഒരു കുടുംബ ജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സകല നന്മകളും കർത്താവിന്റെ മേൽ പകരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും ഭൂമിയിലെ സകല ഭൗതിക നന്മകളാലും തിരുമേനിവരെ അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. എന്ന് അവിടുത്തെ സന്നിധി വെച്ച് ഇവർ ഉടമ്പടിയിലേക്ക് ഭാര്യാഭർത്താക്കന്മാരായി തീർന്നിരിക്കാൻ അതാ ഒരു ഉത്തമ ഭർത്താവിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ആത്മികമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും പ്രിയ സാധുവിനെ അവിടുന്ന് പകരണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമ ഭാര്യയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ആത്മികമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും ശിശുവിടെ അവിടുന്ന് പകരണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ ആരംഭിക്കുന്ന കുടുംബജീവിതം എല്ലാ നിലയിലും ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമേ കർത്താവേ. ഭാവിയിൽ എവിടെയൊക്കെ ആയിരിക്കുമോ അവിടങ്ങളിലൊക്കെ ക്രിസ്തുവിന് പകരമായി നിൽക്കുവാൻ, ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, കർത്താവിന്റെ പേർക്ക് ചുമ കൊടുക്കുന്നവരായി തീരുവാൻ സ്വർഗ്ഗമിടയാക്കണമെന്ന് അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ തലമുറകളോട് ചേർന്ന് ദൈവത്തെ സേവിപ്പാൻ കർത്താവിടയാക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. തിരുവഴുത്തുകൾ പഠിക്കുമ്പോൾ അനുഗ്രഹീതരായ അനേക മാതാപിതാക്കളെ, അനേക ദമ്പതികളെ ഞങ്ങൾ കാണുന്നുണ്ട്. അവരെ പോലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദയാക്കണമേ കർത്താവേ. വറ്റിപ്പോകാത്ത നീരുറ പോലെയും നനവുള്ള തോട്ടം പോലെയും ഇവർ ദൈവത്താൽ അനുഗ്രഹീതരായി തീരട്ടെ കർത്താവേ. ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും അങ്ങനെ അകന്നു പോകാതിരിപ്പാൻ നല്ല വഴികാട്ടിയായി അവർ കൂടെ ഇരിക്കണമേ. മുന്നോട്ടുള്ള പ്രയാണത്തിൽ എപ്പോഴെങ്കിലും ഇവർ അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിപ്പാൻ ജീവന്റെ വെളിച്ചമായി അവിടെ കൂടെ ഇരിക്കണമെന്ന് അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളെയും കർത്തദാസന്മാരെയും ഞങ്ങൾ തിരുസന്നിധിയിൽ
ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കണം പിതാവേ. വധുവരന്മാരോടെയും എല്ലാവർക്കും സ്വീകരിക്കും. എന്റെ യജമാനൻ എന്റെ ശിരസ്സും വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 2-3 വാക്യങ്ങളാണ്. പരീക്ഷന്മാർ പങ്കെടുക്കുന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ലിഖിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരുന്നു. അത് നിമിത്തം മനുഷ്യൻ അവരെയും അമ്മയെയും വിട്ട് ഭാര്യയോട് വൃത്തി ചെയ്തു. ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ യഹൂദന്മാരുടെ ഒരു പ്രത്യേക വിഭാഗമായ പരീശന്മാരിൽ ചിലർ യേശുവിന്റെ അടുക്കൽ വന്ന കുടുംബജീവിതത്തെ കുറിച്ച് ചോദിച്ച സംശയത്തിന് യേശു നൽകിയ മറുപടിയാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. പ്രിയ കുഞ്ഞുങ്ങളെ, വ്യത്യസ്ത കുടുംബങ്ങളിൽ, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത മാതാപിതാക്കൾ ജനിച്ച് വളർത്തപ്പെട്ട നിങ്ങളെ ഒന്നാക്കി തീർക്കുവാൻ, ഒരു കുടുംബമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഹിതമായി. ആകയാൽ നിങ്ങളിൽ ഒരാൾ മരണം വഴിയായി ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടുന്നവരെ ഇന്ന് ദൈവസന്നിധിയിൽ വെച്ച് നിങ്ങളെടുത്ത ഈ ഉടമ്പടിയിൽ നിന്നും നിങ്ങളുടെ സന്ദേശത്താലോ പരപ്രേരണയാലോ മറ്റേതെങ്കിലും കാരണത്താലോ ഒഴിഞ്ഞിരിപ്പാൻ പാടുള്ളതല്ല എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ കർശനമായി പ്രബോധിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നു. മനുഷ്യരായ നിങ്ങളെ വേർതിരിക്കരുത്. ദൈവം നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നു. മനുഷ്യരായ നിങ്ങളെ വേർതിരിക്കരുത്. ദൈവം നിങ്ങളെ യോജിപ്പിച്ചിരിക്കാൻ മനുഷ്യരാരും ഒരു കാരണവശാലും ഒരിക്കലും നിങ്ങളെ വേർതിരിക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ. യഹോവ തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ കുന്നംകുളത്തിൽ താമസിക്കുന്ന പുലിക്കോട്ടിൽ വീട്ടിൽ പാസ്റ്റർ പി കെ മോഹന്റെയും പരേതയായ ലവ്ലി മോഹന്റെയും മകനും പഴഞ്ഞി IPC ഹെബ്രോൻ സഭാംഗമായ സാബുവേ എന്ന ഈ യുവാവും പാലക്കാട് ജില്ലയിൽ മണാർക്കാട് താലൂക്കിൽ ഉമ്മരമ്പത്തൂർ വില്ലേജിൽ വട്ടമ്പലത്ത് താമസിക്കുന്ന അരുത്ര വീട്ടിൽ ശ്രീമാൻ ജേക്കബ് നാഥിന്റെയും ശ്രീമതി സൂസമ്മ ജേക്കബിന്റെയും മകളും തച്ചമ്പാറ TPM സഭാംഗമായ സിജി എന്ന ഈ യുവതിയും ഇന്ന് ദൈവസന്നിധി വെച്ച് ഉടമ്പടി ചെയ്ത് വരവേൽപ്പിനെ കൊടുത്ത് ഇന്നു മുതൽ ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നു എന്നുള്ള വിവരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സഭാമുമ്പാകെ ഞാൻ പ്രഖ്യാപനം ചെയ്തുകൊള്ളുന്നു. ഇവരെ ദൈവം യോജിപ്പിച്ചിരിക്കുകയാൽ മനുഷ്യരാരും ഇവരെ വേർതിരിക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ. കുടുംബ ജീവിതത്തിൽ പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം
7-ാം അധ്യായം 2 മുതൽ 5 വാക്യങ്ങളും യഥാക്രമം നിയുക്തരായ കർത്തദാസന്മാർ മുമ്പോട്ട് വന്ന് നമ്മെ വായിച്ചു കേൾപ്പിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ഈ തിരുവഴുത്ത് ശ്രദ്ധിക്കുവാൻ ഓർപ്പിക്കുന്നു. പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവൻ നമ്മുടെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കാളാച്ചുടക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്ക്രമമായി നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കർത്താവ് ഹിതമാകുമെന്ന് കീഴടങ്ങുകയും ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവരോട് കൈപ്പകയിരിക്കുകയും അരുത്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടിക്കുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗകര്യവും സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢലക്ഷ്യം തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിന്റെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. പൗലോസ് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 2 മുതൽ ഉള്ള വാക്യങ്ങൾ. എങ്കിലും നടപ്പ് ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തര സ്വന്തം ഭാര്യയും ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിരന്തരം വിളങ്ങട്ടെ ദൈവം.
മുമ്പോട്ട് വന്ന് അതിൻ്റെ പ്രാർത്ഥന നിർവഹിക്കും. ഈ സമയത്ത് പ്രയത്നം കാര്യമാണ്. ഇവരുടെ ഇരുട്ടിൽ അങ്ങവർക്ക് വെളിച്ചമായിരിക്കണമേ. ഇവരുടെ ചൂടിൽ അങ്ങവർക്ക് തണുപ്പായിരിക്കണമേ. കറുപ്പുമുള്ള ദിനങ്ങളിൽ അങ്ങവർക്ക് ആശ്വാസമായി ചേർന്നിരിക്കണമേ. ഇവരുടെ ജീവിതത്തിന്റെ നാൽക്കവലകളിൽ എങ്ങനെ മുൻപോട്ട് നീങ്ങണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ വഴിയിലാകുന്നു, ഇതിലൂടെ നടന്നു കൊള്ളുക എന്നുള്ള ശബ്ദം കേൾപ്പിച്ച് യേശു ഈ കുടുംബത്തെ നടത്താൻ ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. സകല ദോഷങ്ങളിൽ നിന്ന് ഈ കുടുംബത്തെ വിടുവിക്കണമേ കർത്താവേ. ദൈവകൃപയിൽ ഈ കുടുംബത്തെ പൊതിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം എല്ലായ്പ്പോഴും ഈ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കാൻ ഞങ്ങൾ ഒരുമിച്ച് അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകൃപയുടെ മറവിൽ ഇവരെ പൊതിഞ്ഞു കൊള്ളണമേ. മാതൃക കുടുംബമായി ജീവിപ്പാനിടയാക്കണമേ കർത്താവേ. വെളിച്ചമില്ലാത്ത ഈ ലോകത്തിൽ അനേകർക്ക് ഇവർ വെളിച്ചമായി തീരാനിടയാകണമേ. ഇവർ സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ യേശു അപ്പച്ചൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അങ്ങേക്ക് എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം അങ്ങവർക്ക് നിവർത്തിച്ചു കൊടുത്ത് അങ്ങവരെ സഹായിക്കണമേ കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ നിങ്ങളിവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീക നന്മകൾ ഇവർക്ക് നൽകണം, ശാരീരിക നന്മകൾ ഇവർക്ക് നൽകണം. എല്ലാ നിലയിലും ഭൗതികമായി ഇവരെ സഹായിക്കണം. അങ്ങ് മടങ്ങി വരാൻ വൈകുന്നെങ്കിൽ ആയുസ്സും ആരോഗ്യവും മക്കൾക്ക് നൽകി അനുഗ്രഹിക്കപ്പെട്ട തലമുറകളോട് കൂടെ അങ്ങയെ സ്നേഹിപ്പാൻ സേവിപ്പാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുകയും എന്ന വചനത്തിന്റെ വ്യവസ്ഥയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹമായി തീരട്ടെ. അങ്ങ് ഞങ്ങളെ കേട്ടതിനായി നന്ദി. എല്ലാ ബഹുമാനവും മശിഹായുടെ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പ്രാർത്ഥനയോടും ക്ഷമയോടും ഈ ശുശ്രൂഷയെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകം അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവകൃപയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഈ ശുശ്രൂഷ നിർവഹിച്ച കർത്താവിന്റെ പ്രദാസൻ പാസ്റ്റർ മാത്യു തോമസ് അവരോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. തുടർന്ന്
ആശംസിക്കുന്നതായ സമയങ്ങൾ ചില പേരുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ധാരാളം കർത്തൃദാസന്മാർ ശരിക്കും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും ശുശ്രൂഷയിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾ സദയം യഹോവ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാല പേരുകൾ ലഭിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അത് ഇവിടെ പ്രസന്റ് ചെയ്യുന്നു. നമുക്കറിയാം സമയം അല്പം കൂടി നമ്മൾ വരുമ്പോൾ മാമി കഴിഞ്ഞ 9 വർഷമായി നമ്മുടെ ഇടയിലില്ല. 2015 നെല്ലുതിയിൽ കർത്താവ് ചേർത്തു. പ്രായം കൂടിയതുകൊണ്ടല്ല, ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ദൈവം തിരിച്ചു വിളിച്ചു. എന്നാൽ അവരെ കണ്ടവർക്കും പരിചയപ്പെട്ടവർക്കും കരുതൽ അനുഭവിച്ചവർക്കൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ അവസ്ഥ നേരിട്ടുണ്ട്. ഇതെല്ലാം സഹിച്ച് ആ കൊടുങ്കാറ്റിനെ അതിജീവിച്ച് കരുത്തുള്ള ഒരു യുവാവാണ്. പ്രാർത്ഥനയിൽ അവൻ ജയം പ്രാപിച്ച് ആത്മീയനായി ഇന്ന് ദൈവം സിജിക്ക് ഭർത്താവായി തരുമ്പോൾ നീ ഭാഗ്യവതിയാണ്. ചേർന്നു കുടുംബജീവിതം കാനാവിലെ വിട്ടുപോലെയാണ്. സന്തോഷത്തെ തകർക്കുന്ന പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങൾ കടന്നു വരാം. എന്നാൽ അവിടെ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല, ചേർന്ന് നിന്ന് കർത്താവിനോട് പറഞ്ഞ ഇരുചെവി അറിയാതെ എല്ലാം പരിഹരിക്കുന്ന ഒരു നല്ല നാഥൻ നമുക്കുണ്ട്. പ്രിയ മോഹൻ പാസ്റ്ററെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ എല്ലാ സന്തോഷത്തിലും എല്ലാ ദുഃഖത്തിലും കണ്ട നാൾ മുതൽ ഇന്ന് വരെ പാസ്റ്ററുണ്ട്. ഞങ്ങളുടെ ഉളമലപ്പള്ളി കുടുംബാംഗങ്ങളും ക്രമതറിയുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള യുവ സഹോദരനാണ് PSR. പ്രാർത്ഥിക്കുകയും ഉദ്ധരം വായിക്കുകയും അതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന ശേഷമാണ് കർത്താവ് വേദിക്ക് വേണ്ടി തന്നെ ഇറങ്ങുവാൻ കർത്താവ് ചെയ്തു. തൻ്റെ പിതാവ് മാതാവ് ഒക്കെ വളരെ കർത്താവിന്റെ ദാസന്മാർക്കും പ്രത്യേകം സ്നേഹവന്ദനം അറിയിക്കുന്നു. നിത്യത്തിലേക്ക് നയിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് നന്മകൾ നേർന്ന് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായി സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾ നിർവഹിച്ച നേതൃത്വം നൽകിയ എല്ലാ ദൈവദാസന്മാർക്കും പ്രിയപ്പെടുന്ന കർത്താവിന്റെ നാമത്തിൽ പങ്കെടുക്കായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് വിവാഹിതരായ പ്രിയ ശുഭരവരെ ഓർത്തും സ്ത്രീ ഓർത്തും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ പ്രത്യേകിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരുടെ കാരണം പാസ്റ്റർ മോഹനുമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിലെ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ വിവാഹശുശ്രൂഷ ആസ്വദിച്ച് തന്ന എൻ്റെ ഗ്രൂപ്പിൽ തൃശ്ശൂർ സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ മാത്യു തോമസ് നൽകുന്നു. ഇരു കുടുംബത്തിൻ്റെ പേരിലും ദൈവനാമത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വിവാഹശുശ്രൂഷ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തന്ന എൻ്റെ കൊച്ചുകുപ്പിയിൽ സെൻട്രൽ വടക്കഞ്ചേരി സെൻട്രൽ മിനിസ്റ്റർമാരായ പാസ്റ്റർ ജോസ് വർഗീസ് കൊടുക്കുന്നു. എൻ്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ വിവാഹശുശ്രൂഷാദികളിൽ നിന്നും വളരെ അനുഗ്രഹമായ രീതിയിൽ അധ്യക്ഷത വഹിച്ച സഭാശിഷ്യനായ പാസ്റ്റർ KG തോമസ് എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ വിവാഹശുശ്രൂഷകളിൽ അനുഗ്രഹമായ ദൈവത്തിന് നൽകിയ PK ജോൺസൺ പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും
സിനിമകളുടെ വിവാഹത്തിൽ ഉൾപ്പെടുന്നവരാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ബന്ധുക്കാർക്കും ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തി. ഇന്നത്തെ വിവാഹ ശുശ്രൂഷയിൽ അനുഗ്രഹമായ ഗാനങ്ങൾ ആരംഭിച്ചെന്ന പ്രകടിപ്പിക്കും സൗണ്ട് ലൈറ്റ് മീഡിയ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശ്വസിക്കുന്ന നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വിവാഹ ശുശ്രൂഷയ്ക്ക് ഓഡിറ്റോറിയത്തിൽ നൽകുന്ന അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള നന്ദി എൻ്റെ കുടുംബത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ വിവാഹ ശുശ്രൂഷ ക്ഷണിച്ച് അനുകരിച്ച് തന്ന പ്രിയപ്പെട്ടവരോടും അതുപോലെ തന്നെ ഭക്ഷണം ക്രമീകരിച്ച പ്രിയപ്പെട്ടവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും വിവാഹ ശുശ്രൂഷ വളരെ അനുഗ്രഹമായ ദൈവസകലം നൽകുന്ന മഹത്വം അർപ്പിച്ചുകൊണ്ട് എൻ്റെ നന്ദി പുരസ്കാരം ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ സമയത്ത് എം.പി.സി. കുന്നുകുളം സെൻട്രലിലെ ദൈവദാസന്മാരെയും ദൈവങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വധുവരന്മാർക്ക് ഒരു ഉപകാരം നൽകുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിനായിട്ട് സെൻട്രലിന്റെ വൈസ് പ്രസിഡന്റ് ജോൺസൺ മാസ്റ്റർ ക്ഷണിക്കുന്നു. നമ്മുടെ സംഘടനപ്പെട്ട എല്ലാ ശുശ്രൂഷകന്മാരും പ്രതികരിച്ചുകൊണ്ട് ഈ ഗിഫ്റ്റ് ഇന്ന് വധുവരന്മാർക്ക് നൽകുന്നതാണ്. തോന്നിയില്ലേ? ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആശീർവാദം പറയാനായിട്ട് പൊന്നാനി സംഘത്തിന്റെ ശുശ്രൂഷ വഹിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ CP ബാബു പാസ്റ്ററെ ആദരവോടെ ക്ഷണിക്കുന്നു. CC ബാബു പാസ്റ്ററെ ആദരവോടെ ക്ഷണിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളാണ് ബഹുമാന സൂര്യനുമായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയ്ക്കാൻ നമ്മൾ സമർപ്പിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വലിയ പകൽക്കാലത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ആഗ്രഹിച്ച് തീരുമാനിച്ചത് പ്രകാരം എൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇന്ന് പകൽക്കാലം അവരുടെ മുമ്പിൽ പ്രിയസമ്മതം ചെയ്ത ഭാര്യ ഭർത്താവായി തീരുവാൻ, അതിനോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. പതിനാ ശുശ്രൂഷകൾ താഴെ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ച പ്രിയപ്പെട്ടവർക്കും മാത്രമല്ല കടന്നു വന്നിരിക്കുന്ന കുടുംബങ്ങളോടും വ്യക്തികളോടും നിന്റെ വചനം ഇടപെട്ടുകൊണ്ടിരുന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം. വചനം ശുശ്രൂഷിച്ച ദൈവഭൃത്യനായി സ്തോത്രം. വചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതുപോലെ അത് വിവേചിച്ച് സംസാരിപ്പാൻ വൃത്തിനെ അധികാരപ്പെടുത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം. താഴ്ന്ന പകൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവരെയും തുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശിശാല് ഇരു കർത്താവ് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരെ ഏൽപ്പിക്കുന്നു. ഇപ്രകാരം അവർ ഈ സ്റ്റേജിലേക്ക് ഈ പന്തിയിലേക്ക് താവെ നയിക്കുവാൻ അവരുടെ കഷ്ടതകളിലും അവരുടേതായ തകർച്ചകളിലൊക്കെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനകളും താവെ അവരുടെ ശുശ്രൂഷകളും അനുഗ്രഹമായി തീർന്നെങ്കിലും ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ ഇത് കണ്ട് സന്തോഷിക്കത്തക്ക വണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. താവെ മഹത്വം ഉയർന്നെടുക്കും യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവവും കർത്താവായ യേശുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും പ്രാർത്ഥനയിൽ ഓർക്കപ്പെട്ട സകല വിഷയങ്ങളിലും കടന്നു വന്നിരിക്കുന്ന ജനത്തിന്മേലും ഇന്ന് പകൽക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലും കർത്താവിൽ പാർക്കുന്ന സകല വിശുദ്ധ കുടുംബങ്ങളുടെ മേലും ഇപ്പോഴും ഇപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാകട്ടെ. എല്ലാവർക്കും ഒരു നിമിഷം കൂടിയിരിക്കാം.
ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം മധുരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് May God bless you.
വിടില്ല ചേട്ടാ, ചേട്ടാ വിടല്ലേ. ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്
ഓക്കെ ഓക്കെ ഇവിടെ നോക്കിയല്ലോ. Okay, ready? Ready, 1, 2, 3. Sound the ചുറ്റാട്ടെടുത്താൽ മതി. ബൈ ബൈ. ഞാൻ പറയാം അപ്പം ഒന്ന് ക്യാമിലൊക്കെ ഇട്ട് ക്ലോസ് ചെയ്യാനാ. ജസ്റ്റ് ഒരു ടാറ്റ പോലെ കൊടുത്താൽ മതി. ഓക്കെ ജസ്റ്റ് ഒരു ടാറ്റ കൊടുത്താൽ മതി. ബൈ. ക്ലോസ്.